ന്യൂ കമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിനോ അങ്ങനെ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് വന്നു, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് നിങ്ങളത് വെച്ചുകൊണ്ടിരുന്നത് കൂടുതൽ സീരിയസ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് മാറ്റാതെ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഡെൻ്റൽ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സർവീസ് ലഭിക്കും. കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സർവീസ് കാനഡയോ ആൽബർട്ടോ വർക്ക്സോ അവരാരെങ്കിലും കോൺടാക്ട് ചെയ്താൽ പ്രോപ്പറായിട്ട് ആൽബർട്ടയിലാണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. കൂടാതെ പിന്നെ ഇപ്പം നിങ്ങൾ ഡെൻറ്റിസ്റ്റുകൾ നാട്ടിൽ നിന്ന് വരുന്ന എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റുകളാരെങ്കിലും ഈ ഡെൻറ്റിസ്റ്റ് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക, പിന്നെ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ ഇതിൻ്റെ ഫീസ് വളരെ ഹൈ ആണ്. ഈ അഡ്വാൻസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഡോക്ടർ ഓഫ് ഡെൻ്റൽ സർജറി അതിൽ 250,000-275,000 ഫോർ 2 years പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പം ആൽബർട്ടയിലാണ് അത് 3 years ആക്കി. പല യൂണിവേഴ്സിറ്റികളിലും എവറിഥിങ് ലൈക്ക് മോർ ദാൻ 250,000 കനേഡിയൻ ഡോളേഴ്സോളം ആകും. അത് കണ്ടിട്ടാണ് എല്ലാവരും പിൻവാങ്ങുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ആ ഒരു ലെവല്, അതായത് അഡ്മിഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഡ്മിഷൻ്റെ ഓഫർ ഓഫ് ലെറ്റർ കിട്ടിയാൽ, ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് എനിത്തിങ്. അതുവരെയുള്ള എക്സ്പെൻസ് നിങ്ങൾ മാനേജ് ചെയ്യണം. ബാക്കി ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഏത് കനേഡിയൻ ബാങ്കിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ഫുൾ പേയ്മെൻറ്റും അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ നിമിഷം തന്നെ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഒത്തിരി വറീഡ് ആവണ്ട. ഇവിടെ വന്ന് നിങ്ങളുടെ മുൻപിൽ വലിയൊരു അവന്യൂ ആണ്. കാനഡ എന്ന് പറയുന്നത് ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. സോ നിങ്ങൾ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാനും നല്ല മനസ്സുണ്ട്, ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ദൈവകൃപയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു. ക്ഷമിക്കണം, നല്ലൊരു വീഡിയോയുടെ സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയതിൽ. കാരണം വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോകളിലെല്ലാം ഞാൻ ഇമിഗ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പം വീഡിയോ ഒക്കെ പല സമയങ്ങളിലും ഒക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഈ ഇമിഗ്രേഷൻ ലോഞ്ചിങ് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ടാണ്. അപ്പം ഇമിഗ്രേഷൻ അവസാന ഘട്ടത്തിലാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ വെബ്സൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഡിലേ ആവുന്നത്. അപ്പം അതുവരെ ഒന്ന് ക്ഷമിക്കുക. വെബ്സൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമിഗ്രേഷൻ ഇത് ഒഫീഷ്യലായിട്ട് ലോഞ്ചിങ് ആകും. ഒപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ള ബ്ലോഗുകളിൽ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഏതായാലും നമ്മുടെ ഈ ഡോക്ടറുടെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ട്. നല്ലൊരു വീഡിയോ ആണ്. ന്യൂ കമേഴ്സിനും ഡെന്റലുമായിട്ട് ബന്ധപ്പെട്ടും കൂടാതെ BDS ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരു കാർഡ് കിടപ്പുണ്ട്. ഇതിനെ കുറിച്ച്, അതായത് ഡെന്റലിന്റെ ഒക്കെ ബെനിഫിറ്റ്സ് ഉള്ള ക്ലാർക്ക് കാർഡ്. ഇത് 3 കൊല്ലമായിട്ടുള്ള കാർഡാണ്. അതെ, എനിക്കും സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാർഡുകൾ. അപ്പൊ ഇതൊക്കെ എനിക്ക് ഡെന്റലുമായിട്ട് ഒക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതെ, അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കൂടാതെ തന്നെ ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നാട്ടില് BDS ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഇവിടെ പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളും ഇനി BDS ഇനി ആഗ്രഹമുള്ളവർ, ഇവിടെ വന്നിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കുട്ടികൾക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും ജോബി ഇപ്പോൾ കാണിച്ച അതൊരു ഗ്രീൻ ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസിൻ്റെ കാർഡാണ് കാണിച്ചത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റലും ഒഫ്താൽമിക്കും നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ഹിയർ. സോ എല്ലാ എംപ്ലോയേഴ്സും എല്ലാ ജോബിലും മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ ഈ ഡെൻ്റൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാളീസിന് മോസ്റ്റ്ലി ഒരു 90% ആൾക്കാരും ആ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. ആക്ച്വലി അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രീതിയിൽ നമ്മൾ പ്രിവെൻറ്റീവ് കെയർ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയെ കുറിച്ച് അറിയത്ത് പോലുമില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് പെയിനായി എമർജൻസിയിലാണ് മോസ്റ്റ്ലി നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ വരുന്നത്. എമർജൻസിയിലായി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വിളിക്കും. അപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ ഹസ്ബൻഡിനും ഉണ്ട് ഇൻഷുറൻസ്, വൈഫിനും ഉണ്ട് ഇൻഷുറൻസ്.
ആക്ച്വലി അവർ 100% കവേർഡാണ്. പക്ഷേ ആൾക്കാർക്ക് അറിയില്ല അത്. അവരത് ഇതുവരെ അതുകൊണ്ട് ഒന്ന് കാണിക്കുകയോ അല്ല ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ ചെയ്തിട്ടില്ല. അവരുടെ വിചാരം അവർക്ക് അവരുടെ പോർഷൻ പേ ചെയ്യേണ്ടി വരുമെന്നുള്ള ആ ഒരു പേടിയുണ്ട്. ഡോക്ടറെ കൂടാതെ തന്നെ ക്ഷമിക്കണം, വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ കൂട്ടാൻ ഡോക്ടറെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്, ഈ മറ്റുള്ള രാജ്യത്തുള്ളവരാണെങ്കിൽ എന്നാൽ നാട്ടിൽ എനിക്ക് അവധി ഉണ്ടല്ലോ, അവധി ആകുമ്പോൾ പോകാമല്ലോ എന്നും കൊണ്ട് വേദനയൊക്കെ സഹിച്ചു വെച്ച് ഷുഗറുള്ളവർ പിടിച്ചു നിൽക്കും. പക്ഷേ അന്നപ്പം ഗൗരവമായി പോവും, ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാനിവിടെ കാണുന്ന കേസസ് എല്ലാം. പേഷ്യൻ്റ് നാട്ടിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം കാനഡയിൽ വന്നാൽ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നുള്ള ഒരു കാര്യം നടക്കില്ല. ഒന്നാമത്തെ കാര്യം അത് എക്സ്പെൻസീവാണ്. പിന്നെ ഫാമിലി ആയിട്ട് പോയി വരുന്നെങ്കിൽ നമുക്ക് ജോബിൽ നിന്ന് അത്രയും നാളത്തെ ഒരു വെക്കേഷൻ കിട്ടണം, പല കാര്യങ്ങളുണ്ട്. ആ എക്സ്പെൻസ് തന്നെ ഇറ്റ് ഈസ് ടു ഹൈ. അതിൻ്റെ കൂടെ നമ്മൾ ഈ പെയിൻ, ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ വെതർ അനുസരിച്ച് ഒരു വിൻ്ററൊക്കെ ആകുമ്പോൾ പേഷ്യൻസിന് ഭയങ്കര പെയിനാണ്. ആക്ച്വലി ഡെൻ്റൽ പെയിന് നമ്മളിപ്പോൾ ഇങ്ങനെ വെളിയിലേക്കൊക്കെ എക്സ്ട്രീം കോൾഡിലേക്കൊക്കെ പോകുമ്പോൾ അത് നെർവ്സിനെയൊക്കെ കൂടുതൽ കംപ്രസ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് മോസ്റ്റ്ലി പെയിൻ അങ്ങ് ഭയങ്കരമായിട്ടും എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. എന്നാലും അതെല്ലാം പിടിച്ചു വെച്ച് ഒരു അഡ്വിൽ മേടിച്ച് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ നോർമലി പോകുന്നത്. പക്ഷേ ഈ പോകുന്ന ആൾക്കാർക്കെല്ലാം അവർ ഈ പെയിനെ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അതിനുള്ള ഇൻഷുറൻസും ഉണ്ട്. അവർക്കറിയില്ല അത് കവേർഡാണോ, ഒന്നും അറിയില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെൻ്റൽ റിലേറ്റഡ് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങളുടെ HR മാനേജറിനോടോ അത് ജോലിയിലുള്ള മറ്റുള്ളവരോട് ചോദിക്കുക, ഇതിൽ എന്തോരം കവറേജ് കിട്ടും. ചിലപ്പോൾ 80% ആയിരിക്കും കവർ ചെയ്യുന്നത്, ചിലപ്പോൾ 100% ഉണ്ടാവും, ചിലപ്പോൾ 90%, ഡിപ്പെൻസ് ഓൺ യുവർ ഇൻഷുറൻസ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും കൂടെ ഒരാളുടെ 70% അല്ലെ 80 ആണെങ്കിൽ മറ്റേ ആളുടെ 20% വെച്ച് അങ്ങനെ ആ 100% കവേർഡ് ആയിരിക്കും. മോസ്റ്റ്ലി നമ്മുടെ എല്ലാ ഫാമിലീസിലും 100% കവേർഡാണ്. എന്നിട്ടും ഇവർ ഈ പെയിൻ എല്ലാം വെച്ച് നാട്ടിൽ പോയി ഡെൻറ്റിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ നാട്ടിൽ ആകെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അറ്റ് ദ മോസ്റ്റ് 1 മന്താണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓടി ചെന്നിട്ട് ഡെൻറ്റിസ്റ്റിനോട് പറയും എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റോടെ ചെയ്തു തരാൻ. അപ്പം പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ ഡെൻറ്റിസ്റ്റിന് അറിയില്ല ഹൗ ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഓൾറെഡി മൊത്തത്തിൽ മോശമായിട്ട് കിടക്കുവാണ്. അതിനെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേനും അവർക്കും സമയമില്ലാത്തതുകൊണ്ട് ചെയ്തു തീർക്കണം. അവർക്കും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർ ഒരു വിധത്തിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വിടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം പേഷ്യൻ്റ് പിന്നെ അടുത്ത പെയിനായി. ബിക്കോസ് അവർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ടൈമില്ല. പിന്നെ ലാബ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അത് പ്രോപ്പറായിട്ട് എത്തിച്ചേരാനുള്ള ടൈം ഒന്നും നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ചെല്ലുന്ന ഒരു നാട്ടിലെ ഡെൻറ്റിസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ നമ്മുടെ ആൾക്കാർ ഇവിടെ കാനഡയിലേക്ക് എത്തുന്ന ആൾക്കാർ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊന്നും പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റിൽ നിന്ന് മോസ്റ്റ്ലി ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ എന്തിനാ ഈ വേദന സഹിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെൻറ്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഡെൻ്റൽ ഓഫീസിൽ കൊണ്ട് ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് എത്ര കവറേജ് ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലിനിക്കിലാണ് ഒരിക്കലും നമ്മൾ പേഷ്യൻസിന് സർപ്രൈസ് കൊടുക്കാറില്ല. നമ്മൾ പേഷ്യൻസിൻ്റെ കവറേജ് ചെക്ക് ചെയ്ത് പ്രീ ഡിറ്റർമിനേഷൻ അയച്ച് അത് അപ്രൂവൽ ആയിക്കൊണ്ട് അത് നമുക്ക് ഇറ്റ് ടേക്സ് ഓൺലി 15 to 20 minutes. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ ഇൻഷുറൻസിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവർ എത്ര കവർ ചെയ്യും, $100 ആണ് ഇപ്പോൾ കൺസൾട്ടേഷനെങ്കിൽ 100ൽ എത്ര കവർ ചെയ്യുന്നു ആദ്യമേ തന്നെ അറിയുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോന്ന്. ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടറെ, അതായത് ഈ പറഞ്ഞ കാർഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസുകൾ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് 90% ഒക്കെ കവർ ചെയ്ത് പോകുന്ന കേസുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, 100% കവർ ചെയ്യുന്ന ഒത്തിരി കേസുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ഒരു പ്രസക്തിയുള്ള കാര്യം, നമ്മൾ ജോലി അല്ലെങ്കിൽ ഇതോടെ ജോലികളുള്ള ഭാര്യ ഭർത്താവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം വന്ന ഒരു ന്യൂ കമ്മറാണ്, ഡോക്ടറുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ന്യൂ കമ്മറാണെന്ന് സങ്കല്പിക്കുക. അവർക്ക് ഗവൺമെന്റിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, കാരണം ഇഷ്ടംപടി ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. ആക്ച്വലി നമുക്ക് അതാണ് ഇവിടുത്തെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് സിസ്റ്റം. ആക്ച്വലി നമ്മുടെ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. ഈവൻ ഞങ്ങൾ വന്ന സമയത്തും ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് മോളുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. എങ്കിലും അവൾ പ്രീ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരവിടെ ജ്യൂസും എല്ലാം കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അടുത്ത കുട്ടിയെല്ലാം വന്ന് അങ്ങനെ ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയ സമയത്ത് അവൾക്ക് 1-2 ക്യാവിറ്റീസ് വന്നു. അപ്പം അതിനെ ഒന്ന് കാണിക്കാനായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലാതെ വന്ന് ഞാനിങ്ങനെ അവസാനം ഒരു മലയാളി ഡെൻറ്റിസ്റ്റിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഹസ്ബൻഡ് ജോലിയിലേക്ക് പ്രവേശിച്ചെങ്കിലും അന്ന് ഒരു 3 months കഴിയാതെ അവർ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യത്തില്ല.
ആ സമയത്ത് എനിക്ക് കുട്ടിയെ കാണിക്കുകയും വേണം. നമ്മുടെ കയ്യിലും നിട്ടുപോയി പൈസ കൊടുത്ത് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഹിയർ. അപ്പം ഇവിടെ ആൽബർട്ട വർക്ക്സ് എന്ന് പറഞ്ഞ് ഒരു ഏജൻസി ഉണ്ട്. അവരെ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക. എല്ലാ ഇമിഗ്രൻസും ഇവിടെ വരുമ്പോൾ ആ ഫാമിലിക്ക് ആ കവറേജ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് പറയുക, എൻ്റെ കുട്ടിക്ക് അല്ല എൻ്റെ ഫാമിലിയിൽ എനിക്കോ എൻ്റെ കുട്ടികൾക്കോ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഡെൻ്റൽ പ്രോബ്ലം ഉണ്ട്, അപ്പം അതിന് എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾ പുതുതായിട്ട് വന്നതെന്ന് പറയുമ്പോൾ അവരതിൻ്റെ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറയും. നിങ്ങളുടെ ലാസ്റ്റ് ടാക്സ് റെസിപ്റ്റ് എടുക്കാൻ പറയും. പക്ഷെ നമ്മൾ പുതിയ വന്ന ആൾക്കാർക്ക് ടാക്സ് റെസിപ്റ്റ് ഇല്ല എങ്കിലും നമ്മൾ ഏകദേശം ഒരു ഇൻകം പറയേണ്ടി വരും. നമുക്ക് നാട്ടിൽ വെച്ച് എന്ത് ഉണ്ടായിരുന്നു ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഏകദേശം പറയുമ്പോൾ എന്തായാലും 22,000 പെർ ആനം എന്നുള്ള ആ ഒരു റേഞ്ചിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ കവറേജ് കിട്ടും. പിന്നെ എനിക്ക് ഒന്ന് 35,000 വരെ എന്തോ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്കിപ്പം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെൻ്റൽ ഓഫീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പം റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരും. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, ലോ ഇൻകം ആൽബർട്ടൻസിന് എങ്ങനെയാണ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ള ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ സൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ സൈറ്റിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആ കാർഡ് ലഭിക്കേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. മോസ്റ്റ്ലി ഇപ്പോൾ ഫാമിലിയിൽ മൊത്തം ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിലും കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അവർ അത് കുറേ നാൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നല്ല ജോലിയൊക്കെ ആയി നിങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ വന്നാൽ പോലും അങ്ങനെയുള്ള സർവീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ അറിവ്. കറക്റ്റാണ്. കാരണം ഞാൻ വന്ന സമയത്ത് ഈ ആൽബർട്ട വാക്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇൻകം അനലൈസ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ, ജോലിയില്ല ഇല്ലെങ്കിൽ റീസെന്റ് നമ്മൾ ഒരു മാസമായുള്ള വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡെന്റലിനല്ല ഇത് മറ്റുള്ള ചില കാര്യങ്ങൾക്കും ഇതുണ്ട്. നമുക്കിപ്പോൾ ഡോക്ടർ നമുക്ക് പറഞ്ഞത് വളരെ ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം പല സാഹചര്യത്തിൽ നിന്നാണ് നാട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ വന്നിട്ട് ഒരു മാസമോ ഇല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കേടുപാടുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സഹായമാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഓരോ പ്രൊവിൻസും അനുസരിച്ച് അതായത് ലൊക്കേഷനിൽ വ്യത്യാസങ്ങൾ കാണും അല്ലേ? അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തില്ല അതിന്റെ അതോറിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാനഡയിലുള്ളൊരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് വന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല അവർ നിങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ കാനഡ ഈസ് ഇമിഗ്രൻ്റ് കൺട്രി ആക്ച്വലി. ഈവൻ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരും വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രേറ്റ് ചെയ്തവരാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ശരിക്കും ഇമിഗ്രൻ്റ് ആയിട്ട് ന്യൂ ഇമിഗ്രൻസിന് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ പലർക്കും അത് അറിയില്ല. അത് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്ന പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം നമ്മൾ തന്നെ സഫർ ചെയ്ത് തീർക്കുകയോ ചെയ്യുന്നത്. അതിന് പകരം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിൾ ചെയ്തിപ്പോൾ നിങ്ങൾ വേറെ പ്രോവിൻസിൽ, ഇപ്പോൾ ടൊറൻറ്റോയിലാണ് അല്ലെങ്കിൽ ഒൻറ്റാറിയോ പ്രോവിൻസ് അല്ലെ BC പ്രോവിൻസ്, അങ്ങനെ ഏത് പ്രോവിൻസിലാണെങ്കിലും ആ ഓരോ പ്രോവിൻസിനും അവരുടേതായ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് യു ടു ദ റൈറ്റ് പ്ലേസ്. പിന്നെ അവരെ വിളിച്ച് ചോദിക്കുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന്. താങ്ക് യു ഡോക്ടർ. ഇനി കൂടാതെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും ഇത് കാലാവസ്ഥയുടെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞുകൂടി തന്നെ ഇനി എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് BDS നാട്ടിലുള്ളവരും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു ബേസിക്സ് കാര്യങ്ങളും കൂടി ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ജോബി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഞാൻ നമ്മുടെ ഈ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ വരുന്നവർക്ക് ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ഡെൻ്റലിൻ്റെ എമർജൻസിയിലേക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാതെ ആ റെഗുലർ ചെക്കപ്പ് ആൻഡ് റെഗുലർ എക്സാം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ചെറിയൊരു ഇനീഷ്യൽ ക്യാവിറ്റി ആയിരിക്കും. അത് ജസ്റ്റ് ഒരു സിമ്പിൾ ഫില്ലിംഗ് കൊണ്ട് തീരാവുന്നത് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് നാട്ടിൽ പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ചാൽ ക്യാവിറ്റി സ്പ്രെഡ് ചെയ്ത് അത് നെർവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് റൂട്ട് കനാലിലേക്കും അതായത് എക്സ്പെൻസീവ് പ്രൊസീജിയേഴ്സിലേക്കാണ് പോകുന്നത്. പിന്നെ കൂടാതെ റെഗുലറായിട്ട് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പെരിഡോൺഷ്യ അതായത് ഗം സപ്പോർട്ടും അതിനെ ടൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോണിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൂത്ത് ലൂസ് ഉണ്ടാവത്തില്ല. അതായത് നമ്മൾ ഈ പെരിഡോണ്ടൈറ്റിസ് വന്നിട്ട് നമ്മളുടെ ആൾക്കാരെ കാണാറുള്ളത്, അവർ വന്ന് നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഡോക്ടറെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാമൽ പോകത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെയും. പക്ഷേ ഒരിക്കലും ഇനാമലിനെ അല്ല കളയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റെഗുലറായിട്ട് എവറി 6 months ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം റെഗുലർ ആയിട്ടുള്ള പോപ്പുലേഷന്. പിന്നെ ഈ പെരിഡോണ്ടൈറ്റിസ് നല്ല സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചിലപ്പം 3 months once ആയിരിക്കും ചെയ്യേണ്ടത്, ചിലർക്ക് 4 months, ചിലർക്ക് 6, ചിലർക്ക് 9 months, ചിലർക്ക് ഇയർലി വൺസ്.
ഇയർലി വൺസ് എങ്കിലും ക്ലീനിങ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബിൽഡപ്സ് വന്ന് അതിലുള്ള ബാക്ടീരിയ ഗം സപ്പോർട്ടിനെയും ബോൺ സപ്പോർട്ടിനെയും ഈറ്റവേ ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്ക് ആ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡിസീസ് ആയതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലും എപ്പോഴും നല്ലത് ഹെൽത്തി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പം ഒരിക്കലും ഒരു ഡെൻ്റൽ ഓഫീസിൽ ചെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നെവർ ലൂസ് ഇനാമൽ. അതാണ് ഏറ്റവും പ്രശ്നം. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ക്ലീനിങ് ചെയ്തതിന് ശേഷം പുളിപ്പുണ്ടാകുന്നതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പോപ്പുലേഷൻ. പുളിപ്പുണ്ടാകാൻ കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്, പിന്നീട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ അംശങ്ങളും പിന്നെ നമ്മുടെ ഈ സലൈവയിലുള്ള മിനറൽസും എല്ലാം കൂടെ കൂടിയിട്ട് കാൽക്കുലസ് ഫോം ചെയ്ത് അത് നമ്മുടെ പല്ലിൻ്റെ എല്ലാ പല്ലുകളും തമ്മിൽ കൂട്ടി യോജിക്കുന്ന ആ രീതിയിലും കാൽക്കുലസ് ഫോർമേഷൻ ഉണ്ടാകും. കൂടാതെ ഗമ്മിൻ്റെ അടിയിലും ഉണ്ടാകും. ഇത് രണ്ടും കൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിഡോൺഷ്യത്തെ, അതായത് ഗമ്മിനെയും ബോൺ സപ്പോർട്ടിനെയും ഇൻഫ്ലെയിം ചെയ്തിട്ട് ആ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ ആക്കി ആ ഗമ്മിനെ താഴോട്ട് റിസീഡ് ചെയ്ത് ബോൺ സപ്പോർട്ട് താഴേക്ക് കുറച്ച് കൊണ്ടുവന്ന് ബോൺ ലോസ് ഉണ്ടാക്കി ടൂത്ത് പതുക്കെ ആടാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് നമ്മുടെ ആൾക്കാർ സാധാരണ ക്ലീനിങ്ങിന് വരുന്നത്. അപ്പോൾ അതായത് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ്, ഭയങ്കര പെയിൻ, ഭയങ്കര പുളിപ്പ്, ആ സ്റ്റേജിലാണ് വരുന്നത് തന്നെ. അന്നേരം നമ്മുടെ ഹൈജീനിസ്റ്റ് ഇവിടെ അത് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ആ ബൾക്കെല്ലാം മാറ്റി കഴിയുമ്പം നമ്മൾ ശരിക്കും പറയുന്നതിനിട്ട് ആ ബിൽഡപ്സ് ആണ് നമ്മൾ കളയുന്നത്. ആ ബിൽഡപ്സ് എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബോണും ഗമ്മും നഷ്ടപ്പെട്ടത് കൊണ്ട് റൂട്ട് എക്സ്പോസ്ഡ് ആണ്. റൂട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുമ്പോൾ നെർവെൻഡിങ്സ് ഉണ്ട് റൂട്ടിൽ. ആ നെർവെൻഡിങ്സ് ആണ് സെൻസിറ്റിവിറ്റി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇനാമലുള്ളത്രയും പോർഷനിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ, സെൻസിറ്റിവിറ്റി വരാതിരിക്കുള്ളൂ. ഇനാമൽ കഴിഞ്ഞിട്ട് സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന ഏത് പോർഷൻ മേളിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാലും അത് സെൻസിറ്റിവിറ്റി ഉണ്ടാകും. സെൻസിറ്റിവിറ്റി ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെഗുലറായിട്ട് ക്ലീനിങ്ങും ചെക്കപ്പും ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലായിട്ട് വളരെ മിനിമം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്ത കേസിലാണ് പിന്നെ റൂട്ട് കനാൽ, എക്സ്ട്രാക്ഷൻസ്, ഇംപ്ലാന്റ്സ്, പ്രോസ്തെറ്റിക് റീപ്ലേസ്മെൻറ്റ്, അല്ലാതെ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, ഡെഞ്ചേഴ്സ്, ഇങ്ങനെയൊക്കെ വരുന്നത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ല, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ ഓറൽ ക്യാവിറ്റിയും ഓറൽ ഇഷ്യൂസും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അതിലേക്ക് പോകാതെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. റെഗുലർ കെയറിന് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി കംപ്ലീറ്റ്ലി ടേക്കൺ കെയർ. പ്രത്യേകിച്ച് നിങ്ങൾ കാനഡ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഈ എക്സ്പെൻസും ഇവിടുത്തെ ഈ സിസ്റ്റത്തിലും കൊണ്ട് നിങ്ങൾ ഡെൻറ്റിസ്റ്റിന് ഒത്തിരി പൈസ കൊടുക്കാൻ ഇടയാവാതെ റെഗുലർ മെയിൻ്റെനൻസ് ചെയ്യണമെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ സത്യം പറഞ്ഞത്. കൂടാതെ എന്നോട് ജോബി ചോദിച്ചിരുന്നു, ജോബിയുടെ ഈ ഡെൻറ്റിസ്റ്റ് ക്ലയൻസിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്നാണ് BDS കഴിഞ്ഞത്. നാട്ടിൽ ഞാൻ വളരെ കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൽ കുറച്ചു കാലം എനിക്ക് സ്വന്തം ഡെൻ്റൽ ക്ലിനിക്ക് നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. എനിക്ക് ഒത്തിരി നല്ല ഫൈനസ്റ്റ് ഡെൻറ്റിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നിരുന്നു. അങ്ങനെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ആർക്കും എങ്ങനെ ഇതിലേക്ക് പറ്റണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷനും എനിക്ക് ആദ്യമേ കിട്ടിയിരുന്നില്ല. ഞങ്ങൾ 2007 വന്നപ്പോൾ എനിക്ക് മൂത്ത മോള് 3.25 വയസ്സും രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാൽഗറി കമ്മ്യൂണിറ്റിയിലാണ് ആദ്യം എത്തിയത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയായിട്ടും പരിചയമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ചർച്ച് കമ്മ്യൂണിറ്റി എനിക്ക് പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പം മലയാളികൾക്ക് മന്ത്ലി വൺസ് മാസം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആദ്യമായിട്ട് പോയപ്പം കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. പക്ഷെ അവർ വളരെ നല്ല മനുഷ്യർ ഒത്തിരി ഉണ്ടായിരുന്നു. അവർ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എൻ്റെ ആ ആവശ്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തു. വളരെ നല്ല റിലേഷൻഷിപ്പായിരുന്നു. അങ്ങനെ അവർ എൻ്റെ ഹസ്ബൻഡിനൊപ്പം അദ്ദേഹം ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറാണ്. അദ്ദേഹം ഓയിൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിനൊരു ജോലി കിട്ടി. അങ്ങനെ കാൽഗറിയിൽ നിന്ന് ഒരു 1500 കിലോമീറ്റർ അപ്പുറം ഫോർട്ട് മക്മുറി എന്നുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹം 10 ദിവസം അവിടെ ജോലി ചെയ്യും, 2 ദിവസം അങ്ങോട്ട് വരും. ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനും
ഗർഭിണിയായ ഒരു ഞാനും എൻ്റെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഞങ്ങൾ നല്ലതായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള നല്ല സുമനസ്സുകളായിട്ടുള്ള മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എന്നെ ആശുപത്രി കൊണ്ടുപോകാനും ഈവൻ എൻ്റെ പ്രസവ സമയത്ത് പോലും ഹസ്ബൻഡ് അതിന് മുമ്പേ ലീവ് എടുത്ത് വന്നിരുന്നെങ്കിലും ആ സമയത്ത് നടന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് പോലും എന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആശുപത്രി കൊണ്ടുപോയതും എൻ്റെ മൂത്ത കുട്ടിയെ ടേക്ക് കെയർ ചെയ്തതും എൻ്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തും അവിടെയുള്ള 1-2 വളരെ വളരെ നല്ല മനുഷ്യരാണ് എന്നെ സഹായിച്ചത്. കൂടാതെ ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും വന്ന് നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അത് ഭയങ്കര ഒരു സന്തോഷം, ഒരു സമാധാനം തന്നൊരു കാര്യമായിരുന്നു. അതുകൂടാതെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുണ്ടായി എല്ലാം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏത് പ്രൊഫഷനിലേക്ക് വരണമെന്നറിയില്ല, ഡെൻറ്റിസ്റ്റ് വേണോ, ഡെൻ്റൽ ഹൈജീനിലേക്ക് പോകണോ, ഡെൻ്റൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ചെയ്യണോ, ഒന്നും അറിയില്ല. ഞാൻ അവസാനം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. ആദ്യത്തെ ഒരു 2 വർഷം അതൊരു കംപ്ലീറ്റ്ലി ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. പിന്നെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം 1-2 മലയാളി ഡെൻറ്റിസ്റ്റുകൾ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നതും ഇവിടെ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഡെൻറ്റിസ്റ്റുകൾ എന്നെ കുറേ ഗൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടുത്തെ പതുക്കെ എക്സാംസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പതുക്കെ ഇതിൻ്റെ സിസ്റ്റത്തിലേക്ക് വരാൻ ട്രൈ ചെയ്തു. ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒത്തിരി സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ടഫസ്റ്റ് ആയിട്ടുള്ള ടൈമിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതായത് കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കണം, പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ പഠിച്ച് എല്ലാം വളരെ തറവായിട്ട് ഏറ്റവും ഇസിട്ട് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് പതുക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കുഞ്ഞു മോൻ അവൻ കുട്ടിയായിരുന്നതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം അവനൊരു 5 വയസ്സായി. അവൻ ഫുൾ ടൈം സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം ഞാൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെയാണ് എനിക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇവിടെ ഡെൻറ്റിസ്റ്റുകൾ വന്നാൽ ഇവിടെ ഒത്തിരി കോഴ്സുകളുണ്ട് ഈ എക്സാം പ്രിപ്പറേഷൻ. പക്ഷേ എനിക്ക് അസസ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ നോളജിനോ സ്കിൽസ് അല്ല, അസസ്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിനോ എനിക്ക് പ്രത്യേകിച്ച് കോഴ്സുകൾക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ടൊറൻറ്റോയിലൊന്നും പോയി ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. അന്ന് കാൽഗറി ബേസോ അല്ലെങ്കിൽ ആൽബർട്ടയിലേക്ക് പ്രത്യേകിച്ച് കോഴ്സുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എന്ത് വേണമെങ്കിലും ടൊറൻറ്റോയിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചാണ് അസസ്മെൻറ്റ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എക്സാം പാസ്സായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു കുട്ടികളുമായിട്ട് ആദ്യമേ തന്നെ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ അഡ്മിഷൻ്റെ സെക്കൻഡ് ഫേസ് വരെ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് പോയി. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഹിതമല്ലാഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര ഒരു മനപ്രയാസം ഉളവാക്കി. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇല്ല ഞാനിനി ഇപ്പോൾ പുതിയ സിസ്റ്റം അനുസരിച്ച് 2011 പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വലൻസി സിസ്റ്റത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇക്വലൻസിയിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലൊന്നും അപ്ലൈ ചെയ്യാതെ ആ എക്സാംസ് ചെയ്ത് ഇക്വലൻസി പ്രോസസ്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനും ഒത്തിരി കടമ്പകളുണ്ട്, വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്കും കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ രണ്ടും ഒരേ രീതിയിൽ പോയി. ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ പഠനത്തിന് ഒത്തിരിയും എക്സ്പെൻസീവ്, അതായത് നമ്മൾ വീട്ടിലിരുന്നാണ് ഈ പ്രൊസീജിയർ എല്ലാം ചെയ്ത് സ്കിൽസ് എല്ലാം പഠിക്കുന്നതെങ്കിലും ഇതെല്ലാം അതിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സും, അതായത് നമ്മളുടെ അസസ്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ സ്കിൽസിന് നമ്മൾ എക്സാമിന് പോകണമെങ്കിൽ വി ഹാവ് ടു ഹാവ് എവറിതിങ്. നമ്മൾക്ക് നമ്മളുടെ ഹാൻഡ് പീസ്, നമ്മളുടെ ടൈപ്പഡോണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കണമായിരുന്നു. പിന്നെ ഈ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോഴും അവർ അതിൻ്റെ ഇൻഫർമേഷൻ തരും. പക്ഷെ നമ്മൾ ഇതിനെല്ലാം പറ്റുന്ന രീതിയിൽ എത്ര പ്രിപ്പയർ ചെയ്താലും മതിയാവാത്ത രീതി നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി എക്സ്പെൻസീവാണ്. അത് കിൽഗോർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ എക്സാമിന് വേണ്ടി. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഇതെല്ലാം മേടിച്ച് വീട്ടിലിരുന്ന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് അവരെ കൊണ്ടുവരും. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ രീതിയൊക്കെ ഇവിടെ ഉള്ളവർക്കറിയാം. 2 കുട്ടികൾക്ക് 2 ടൈമിൽ പോവും, ഇതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ 2 പേരുടെ കാര്യങ്ങളും നോക്കണമായിരുന്നു. പിന്നെ അവരില്ലാത്ത സമയത്ത് കുറച്ച് ടൈമിലാണ് ഞാൻ പഠിക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്തിരുന്നത്. അവിടെ പോയിരുന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഒത്തിരിയും ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സ്കിൽസിൻ്റെ എക്സാം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ അസസ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ നോളജിൻ്റെ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊന്ന് കൊടുത്തു. അങ്ങനെ അതിൽ നല്ല സ്കോർ കിട്ടി. അങ്ങനെ ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. എനിക്ക് 2 യൂണിവേഴ്സിറ്റി ഒരുപോലെ തന്നെ എനിക്ക് അഡ്മിഷൻ ഓഫർ ചെയ്തു. അതൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒന്റാറിയോ ആയിരുന്നു, ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട ആയിരുന്നു. അപ്പം ഞാൻ ആൽബർട്ടയിലായിരുന്നുകൊണ്ടും പിന്നെ ഇവിടുത്തെ കാനഡയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡെൻറ്റിസ്ട്രി പ്രോഗ്രാമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയുടേത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പ്രോഗ്രാമൊക്കെ വളരെ ഇൻറ്റൻസീവായിരുന്നു, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. പക്ഷേ ഹാർഡ് വർക്കിങ്ങും ഉണ്ടായിരുന്നു, സ്ട്രോങ് ഡിറ്റർമിനേഷനും. അതിനെല്ലാം ഉപരി ദൈവാശ്രയം ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. ദൈവത്തെ ഫുള്ളായിട്ട്
ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ എല്ലാം ചെയ്തത്. ഈശോ കൂടെ ഇരുന്ന് എല്ലാം നയിച്ച് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ആ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് നല്ല നല്ല മെൻറ്റേഴ്സ് എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുവാണ്. അവരെല്ലാം വളരെ നല്ല രീതിയിൽ എന്നെ ട്രെയിൻ ചെയ്തു. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ നിന്ന് എനിക്ക് ഞാൻ നാട്ടിൽ പഠിച്ചതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടി. അവിടെ വെച്ച് ഞാൻ സർജറിയുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് പഠിക്കാൻ പറ്റി. എനിക്ക് ഡിഫറെൻറ്റ്, അതായത് ഇംപ്ലാൻസ്, സർജറി, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റിയിൽ, പ്രോസ്റ്റഡോണ്ടിക്സിൽ ഭയങ്കര ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് അവിടെ വെച്ച് ഞങ്ങൾക്ക് തന്നു. അത് ഞാൻ 100% ആത്മാർത്ഥതയോടെ ആ കോഴ്സുകളെല്ലാം ചെയ്തു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻറ്റ് ലെവൽ എൻ്റെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. നാട്ടിൽ നിന്നും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കൂടാതെ ഇവിടുന്ന് നല്ല ട്രെയിനിങ്ങും കിട്ടിയതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഞാൻ ഇനി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല. ഐ വാണ്ട് ടു ബി വെരി ട്രൂത്ത്ഫുൾ ടു മൈ പ്രൊഫഷൻ. ഐ വാണ്ട്സ് ടു ഡു വാട്ട് എവർ ഐ സ്റ്റഡീഡ് ഇൻ ദ പ്രോഗ്രാം. ഐ ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് ഇൻ മൈ ക്ലിനിക് എന്നുള്ളൊരു ആശയത്തോടു കൂടി ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നപ്പോഴത്തേനും തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ ക്ലിനിക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹമായിരുന്നു ഈ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിലിങ്, ഓരോ അതിൻ്റെ ബിൽഡിംഗ് എങ്ങനെ വേണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെ വേണം, അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് ഒരു മാസത്തിനകം ഞാനിവിടെ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. പക്ഷേ ഞാൻ കാൽഗറിയിലായിരുന്നു അതുവരെ ജീവിച്ചെങ്കിലും ഞങ്ങൾ എഡ്മണ്ടൺ കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങളങ്ങ് ബൈ ദ ടൈം നമ്മൾ നല്ലൊരു ഇഴുകി ചേർന്നായിരുന്നു. ഞാൻ പള്ളിയിൽ പോകാനും കാര്യങ്ങളും എല്ലാം തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ നമുക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോപ്പർ എഡ്മണ്ടണിലല്ല, ലഡൂക്ക് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. എങ്കിലും എനിക്ക് ഇവിടുത്തെ ആൾക്കാരും ഈ ലഡൂക്കിലെ ലോക്കൽ കമ്മ്യൂണിറ്റിയും നമ്മുടെ എഡ്മണ്ടണിലെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കാൽഗറിയിൽ നിന്നും ഫോർട്ട് മക്മുറിയിൽ നിന്നും വളരെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം നമ്മുടെ ആൾക്കാരും വേറെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്തവരും പല മൾട്ടിക്കൾച്ചറലായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ പേഷ്യൻ്റായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ലഡു കമ്മ്യൂണിറ്റി ഇത് കൊക്കേഷ്യൻ പോപ്പുലേഷനാണ് കൂടുതൽ. അവർ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ആഫ്രിക്കൻസ്, ചൈനീസ്, ഫിലിപ്പിനോസ്, എല്ലാ കമ്മ്യൂണിറ്റിയും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനി കമ്മ്യൂണിറ്റി, ഇന്ത്യയിൽ നിന്ന് തന്നെ ഗുജറാത്ത്, പഞ്ചാബി കമ്മ്യൂണിറ്റി എല്ലാവരും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൃപയായിട്ട് നടത്തിയത് കൊണ്ട് ഇന്നും വളരെ നന്നായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ മുന്നോട്ട് പോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുക്കാവുള്ളൂ. ഡെൻറ്റിസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ ഡെൻറ്റിസ്ട്രി പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ എ ഹാർഡ് വർക്കർ, if you have a determination to be a dentist, you can surely become. No one can stop you. That is the message I want to give you. എനിക്കിവിടെ ഒരു ഡെൻറ്റിസ്റ്റായിട്ട്, സക്സസ്ഫുൾ ഡെൻറ്റിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ any of you can do that. അത് നിങ്ങൾക്ക് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ആരൊക്കെ എന്തെല്ലാം നെഗറ്റീവ്സ് വന്നാലും ഡോണ്ട് ലുക്ക് ഇൻ ടു ഇറ്റ്, യു വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ അച്ചീവ് ഇറ്റ്. ഒത്തിരി ഡെൻറ്റിസ്റ്റുകളുണ്ട് ഇവിടെ മലയാളീസ് വന്നിട്ട് സക്സസ്ഫുൾ ആയത്. ഞാൻ ഒരാൾ മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഡെൻറ്റിസ്ട്രിയിലേക്ക് പോരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ആ ഡെൻറ്റിസ്ട്രിയിലേക്ക് എത്തുക എന്നുള്ള അത്രയും വലിയ ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഡെൻറ്റിസ്റ്റുകൾ, അതായത് പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ് നമ്മളോട് കോമ്പറ്റ് ചെയ്യുന്നത്. PhD കാണും, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, ഡബിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റുകളോടാണ് നമ്മൾ ഈ പൂളിൽ നിന്ന് കോമ്പീറ്റ് ചെയ്യുന്നത്. അതും കൂടാതെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒത്തിരി പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. നമുക്കപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം ബെസ്റ്റായിട്ട് വന്നാലേ ഉള്ളൂ നമുക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദ ഡെൻറ്റിസ്ട്രി പ്രോഗ്രാം, നിങ്ങൾക്ക് വേറെ അവന്യൂസ് ഉണ്ട്. അതിലൊന്ന് ഡെൻ്റൽ ഹൈജീൻ പ്രോഗ്രാമാണ്, അടുത്ത ഡെൻ്റൽ അസിസ്റ്റൻസ്. ഈ ഡെൻ്റൽ ഹൈജീൻ പ്രോഗ്രാം ഒരു ഡെൻ്റൽ ഹൈജീനിസ്റ്റിന് ഇവിടെ നല്ല സാലറിയാണ് കൊടുക്കുന്നത്. അവർക്ക് നമ്മുടെ ആൽബർട്ടയിലാണെങ്കിൽ ഒരു ആവറേജ് $45 പെർ അവർ, അല്ലെങ്കിൽ അവർ നല്ല എഫിഷ്യൻ്റ് ആയി കഴിയുമ്പോൾ 45 to 50 ആ റേഞ്ചൊക്കെ എന്തായാലും നമുക്ക് സാലറി ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും നമുക്കിവിടെ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആകാനായിട്ട് പ്രത്യേകിച്ച് വലിയ തലവേദനയൊന്നും ഇല്ല. നിങ്ങളുടെ അതേ BDS എന്നുള്ളൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നാഷണൽ ഡെൻ്റൽ അസിസ്റ്റിംഗ് എക്സാം ബോർഡുമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ചാലഞ്ച് ദി എക്സാംസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിയറി എക്സാമാണ്. ആ തിയറി എക്സാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ നിങ്ങൾ പാസ്സായാൽ നിങ്ങളോട് അതിൻ്റെ
പ്രാക്ടിക്കൽ എക്സാം കൊടുക്കാൻ പറയും. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ലൈസൻസ് ആസ് എ രജിസ്റ്റേർഡ് ഡെൻ്റൽ അസിസ്റ്റൻറ്റ്. രജിസ്റ്റേർഡ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഡെൻ്റൽ ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഡെൻ്റൽ അസിസ്റ്റൻസിന്. അങ്ങനെ അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ടു ബി എ പ്രൊഫഷണൽ ഹിയർ. അപ്പം അത് നല്ല ജോലിയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. കൂടാതെ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അതായത് അത് പല റേഞ്ചിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. 1.5 വർഷത്തെ പ്രോഗ്രാമുണ്ട്, 2 വർഷത്തെ ഡെൻ്റൽ ഹൈജീൻ പ്രോഗ്രാമുണ്ട്, 3 വർഷത്തേതുണ്ട്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട ഓഫർ ചെയ്യുന്നത് 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്കാണ് തീരുമാനം. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട പോകാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഹാർഡുമാണ്. അവിടെ അഡ്മിഷൻ കിട്ടാനൊക്കെ പാടാം. പക്ഷേ ടൊറൻറ്റോയിലും BC-യിൽ ടൊറൻറ്റോയിൽ, പിന്നെ എൻ്റെ അറിവിൽ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ, അങ്ങനെ പല സ്ഥലത്തും ഡെൻ്റൽ ഹൈജീൻസ് പ്രോഗ്രാം അവൈലബിൾ ആണെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കാം. നിങ്ങൾക്ക് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡീസൻറ്റ് പ്രൊഫഷനാണ് ഇവിടെ. സോ ദാറ്റ് ഓൾസോ ഈസ് അനദർ ഓപ്ഷൻ ഫോർ യു ഗൈസ്. സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ആരായി തീരണമെന്ന്. അത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ ജീവിക്കാൻ, സമാധാനമായിട്ടും ഇതായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സെക്കൻഡ് ഹയസ്റ്റ് ഇൻകം ഏണിംഗ് പ്രൊഫഷനാണ് ഇവിടെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇഫ് യു പുട്ട് യുവർ ഹാർഡ് വർക്ക്. ദാറ്റ്സ് മൈ അഡ്വൈസ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. എനിക്കൊന്നും പറയാനില്ല. കാരണം വേറെ ഒന്നുമല്ല, മനസ്സിൽ നിന്ന് വീണ്ടും എനിക്ക് സന്തോഷം വരുന്നു. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിൽ വളരെയധികം നന്ദി. ഇപ്പം ഡോക്ടർ നീണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ഡോക്ടർ ചില കാര്യങ്ങൾ ഡോക്ടർക്ക് വേണമെങ്കിൽ ഒളിപ്പിച്ച് വെക്കാം. പക്ഷേ ഡോക്ടർ അതൊന്നും നോക്കാതെ ഉള്ളറിഞ്ഞ് ഇത് നിങ്ങൾക്ക് വേണ്ടി, അത് എല്ലാ മേഖലയുള്ളവർക്ക്, BDSകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ടൈപ്പുള്ള ആൾക്കാർക്ക് വേണ്ടി, നാട്ടിലുള്ളവർക്കും, കാനഡ വരാൻ ആഗ്രഹിക്കാത്തവർക്കും, ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും, ഇനി വന്നവർക്കും, ഈ BDS ലക്ഷ്യമാക്കുന്നവർക്കും എല്ലാം ഞാൻ ഒന്നും കൂടി ഡോക്ടർക്ക് നന്ദി പറയുന്നു. കൂടാതെ തന്നെ വേറൊരു കാര്യം, നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയാണെന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ഡോക്ടറുടെ വിജയത്തിൽ ഇല്ലെങ്കിൽ സ്ത്രീയുടെ വിജയത്തിൻ്റെ പുറകിൽ നമ്മുടെ ചേട്ടായി ഉണ്ടായിരുന്നു, ഡോക്ടറുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ്. അപ്പോൾ ചേട്ടായിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി എനിക്ക് പ്രധാനമായിട്ടും ഒരു 4 കാര്യം പറയാനുണ്ട്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ സംഗ്രഹിച്ചുകൊണ്ട്. 4ാമത്തെ കാര്യം ഞാൻ പറയും. അപ്പോൾ 1ാമത്തെ കാര്യം, ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ഞാൻ മറന്നുപോയി, സർവ്വതാ സമ്പത്തിനേക്കാൾ പ്രാധാന്യം ആരോഗ്യമാണ്. അതായത് എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും ആരോഗ്യം തന്നെ പ്രധാനം. പഴഞ്ചൊല്ലി ഞാൻ ഓർക്കുന്നില്ല. അത് ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം, ആദ്യത്തെ സംഭാഷണത്തിൽ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ പല്ലിൻ്റെ ഉള്ള ചെറിയ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയി, ഇല്ലെങ്കിൽ കറക്റ്റ് ചെക്കപ്പ്, പീരിയോഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ സമ്പത്ത് നോക്കി ഓടിക്കഴിഞ്ഞാൽ ആ സമ്പത്ത് നല്ലപോലെ വരും. പക്ഷേ ഒരൊറ്റ ഇതുവഴിയൊക്കെ ആ സമ്പത്തല്ല പല വഴി ചോർന്നു പോവാം. അത് പല്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും സമ്പത്തിൻ്റെ പുറകെ വേണം. പക്ഷേ അതിനുവേണ്ടി തന്നെ ഓടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകണം. 2ാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയാണ്, BDSകാർക്ക് മാത്രവും അല്ല, നമ്മുടെ ഇങ്ങോട്ട് കാനഡ ആഗ്രഹിക്കുന്നവരും ഇല്ലെങ്കിൽ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാർക്കും എല്ലാം. കാരണം ഡോക്ടറിൻ്റെ ഉള്ളറിഞ്ഞ് പറഞ്ഞു, കാരണം പരിശ്രമം, ഇവിടെ വന്നിട്ട് പല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഡോക്ടറുടെ പൊസിഷനിൽ നിൽക്കുമ്പോൾ, ഇപ്പം എൻ്റെയൊക്കെ പൊസിഷനാണെന്നുണ്ടെങ്കിൽ ചെറിയ കോഴ്സുകളും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലഘുവാണ്. പക്ഷേ ഡോക്ടറുടെ ആ പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫർട്ട് മനസ്സിലാകാം. അപ്പോൾ അത് ഒരു ത്യാഗം പോലെ ഡോക്ടർ എടുത്തു. ഡോക്ടറുടെ മനസ്സിലെ ഗോള് പോലെ അത് എടുത്തു. അത് ഹസ്ബൻഡും കൂടുതലുണ്ടായിരുന്നു, എല്ലാ സപ്പോർട്ടും നൽകി. അവസാനം അത് എത്തി. നിങ്ങൾ കണ്ടു, ഈ പ്രസ്ഥാനം കണ്ടു. ഒരു ചെറിയൊരു പ്രസ്ഥാനമല്ല, ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അപ്പോൾ അത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. അത് വരുന്നവരും ഇപ്പം ചെറിയ ഇവിടെ വന്നു കഴിയുമ്പോൾ പല രീതിക്കും പരാജയപ്പെട്ടു പോകുന്നു. പല പ്രതിസന്ധികളും വന്നു കഴിയുമ്പോൾ താന്നു പോകുന്നു, വീണു പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ള വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് മനസ്സിൽ ഡ്രീം അതനുസരിച്ച് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി 3ാമത്തെ കാര്യം, ഡോക്ടർ പറഞ്ഞപടി തന്നെ ഇവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ കാനഡ പല കാര്യങ്ങളും
നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ അതിൻ്റെ സോഴ്സുകൾ ഡോക്ടർ പറഞ്ഞപടി തന്നെ വന്ന സമയത്ത് ഡോക്ടർക്കാണെങ്കിലും അറിയത്തില്ലായിരുന്നു. ഇപ്പം ടെക്നോളജി എല്ലാം നല്ലപോലെ കയറി. ഇവിടെ സഹായിക്കാനും ഇല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലൊക്കെ ഇഷ്ടംപടി ആൾക്കാരുണ്ട്. അപ്പോൾ കാൽഗരിയുള്ള ഡോക്ടർ വന്ന സമയത്ത് പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ ഡോക്ടർ സഹായിച്ച മലയാളികൾ, അവരെ ഞാനും എനിക്കറിയത്തില്ല, എന്നാലും അവരുടെ പഴമക്കാരായിരിക്കുമല്ലേ ഡോക്ടറെ, നല്ല വർഷങ്ങളായിട്ടുള്ളവർ അല്ലേ? അല്ല, പഴമക്കാരല്ലായിരുന്നു. പോലെ വന്ന ആൾക്കാരും എല്ലാവരും ചെയ്തു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതിൽ വേറൊരു വലിയ ഇപ്പം ഡോക്ടർ പറഞ്ഞത്, ഞാൻ സാധാരണ കണ്ട് പഴമക്കാരും സഹായിക്കും, ചെറുപ്പക്കാരും എല്ലാവരും സഹായിക്കും. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറുപ്പക്കാരൊക്കെ ഒരു വിഡ്രോൾ ആയി പോകാറുണ്ട്. എനിവേ അത് ഈ വ്ലോഗിൽ പ്രസക്തമല്ല. അപ്പോൾ അവർക്കും നന്ദി പറയണു. ഈ നാലാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ഡോക്ടറുടെ യാത്ര പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഡോക്ടർക്ക് 2-3 പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ന്യൂ കമേഴ്സിനും പിന്നെ BDS ഇല്ലെങ്കിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ന്യൂ കമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിനോ അങ്ങനെ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് വന്നു, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് നിങ്ങളത് വെച്ചുകൊണ്ടിരുന്നത് കൂടുതൽ സീരിയസ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് മാറ്റാതെ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഡെൻ്റൽ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സർവീസ് ലഭിക്കും. അത് റിസപ്ഷനിൽ മലയാളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഹെൽപ്പ് ചെയ്യാവുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് വിവരം അന്വേഷിച്ചിട്ട് എന്നെ അറിയിക്കും. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യും. അതല്ലെങ്കിൽ വേറെ ഡെൻ്റൽ ഓഫീസുകളും ഉണ്ട് നമ്മൾ മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന. വേറെ പല ഓഫീസുകളും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സർവീസ് കാനഡയോ ആൽബർട്ടോ വർക്ക്സോ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ പ്രോപ്പറായിട്ട് ആൽബർട്ടയിലാണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. ബാക്കിയുള്ള പ്രൊവിൻസിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെയുള്ള സർവീസ് കാനഡയുടെ ഓഫീസുകളെയോ ആരെങ്കിലും സോഷ്യൽ സർവീസിനെയോ എല്ലാം വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്നതായിരിക്കും. കൂടാതെ പിന്നെ ഇപ്പം നിങ്ങൾ ഡെൻറ്റിസ്റ്റുകൾ നാട്ടിൽ നിന്ന് വരുന്ന എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റുകളാരെങ്കിലും ഈ ഡെൻറ്റിസ്റ്റ് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക, പിന്നെ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ ഇതിൻ്റെ ഫീസ് വളരെ ഹൈ ആണ്. ഈ അഡ്വാൻസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഡോക്ടർ ഓഫ് ഡെൻ്റൽ സർജറി അതിൽ 250,000-275,000 ഫോർ 2 years പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പം ആൽബർട്ടയിലാണ് അത് 3 years ആക്കി. പല യൂണിവേഴ്സിറ്റികളിലും എവറിഥിങ് ലൈക്ക് മോർ ദാൻ 250,000 കനേഡിയൻ ഡോളേഴ്സോളം ആകും. അത് കണ്ടിട്ടാണ് എല്ലാവരും പിൻവാങ്ങുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ആ ഒരു ലെവല്, അതായത് അഡ്മിഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഡ്മിഷൻ്റെ ഓഫർ ഓഫ് ലെറ്റർ കിട്ടിയാൽ, ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് എനിത്തിങ്. അതുവരെയുള്ള എക്സ്പെൻസ് നിങ്ങൾ മാനേജ് ചെയ്യണം. ബാക്കി ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഏത് കനേഡിയൻ ബാങ്കിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ഫുൾ പേയ്മെൻറ്റും അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ നിമിഷം തന്നെ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഫീസും കാര്യങ്ങളും നിങ്ങൾക്ക്, അതുകൂടാതെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും നിങ്ങളുടെ ഫാമിലി എല്ലാ സപ്പോർട്ടിനുള്ള പൈസ അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. പക്ഷേ ആ എക്സാം കഴിഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ആകുന്നവരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ സാധാരണ അതിന് ഡെൻറ്റിസ്റ്റുകൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ഡെൻ്റൽ അസിസ്റ്റിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വൺസ് ഡെൻ്റൽ അസിസ്റ്റൻസിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അതല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നാട്ടിൽ നിന്നുള്ള പൈസ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ടഫ്. അതിലും നല്ലത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വർക്ക് ചെയ്ത്, ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ പല ഇൻ്റർനാഷണൽ ഡെൻറ്റിസ്റ്റുകളും ഡെൻ്റൽ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റഡീസിനെ അവർ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഒത്തിരി വറീഡ് ആവണ്ട. ഇവിടെ വന്ന് നിങ്ങളുടെ മുൻപിൽ വലിയൊരു അവന്യമാണ്. കാനഡ എന്ന് പറയുന്നത് ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. സോ നിങ്ങൾ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാനും നല്ല മനസ്സുണ്ട്, ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ദൈവകൃപയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻസിലേക്ക് രേഖപ്പെടുത്താം. ഇനി നമ്മുടെ നാലാമത്തെ കാര്യം നമ്മളെല്ലാം കവർ ചെയ്ത് തീർന്നു കരുതുന്നല്ലോ ഡോക്ടറെ? തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നാലാമത്തെ കാര്യം ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ റിസപ്ഷനോട് വെച്ച് ഡോക്ടറെ പറഞ്ഞോളാം. എഴുന്നേക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം പല്ലിനെക്കുറിച്ച് ഇല്ലെങ്കിൽ ഡെൻ്റലിനെക്കുറിച്ച് മനസ്സിലാക്കി. എൻ്റെ പല്ല് റെഡിയാക്കിയില്ല. ഇനി അടുത്ത ട്രിപ്പ് വന്ന് ഡോക്ടറെ കൊണ്ട്, ഇതുവരെ ഞാൻ വന്നിട്ടില്ല,
കാർഡൊക്കെ ഉണ്ട്, ഇൻഷുറൻസിൻ്റെ കാർഡൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം വന്ന് ഡോക്ടറെ കൊണ്ട് തന്നെ എനിക്ക് ശരിയാക്കണം. ഇനി നാലാമത്തെ കാര്യം ഇതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ചില വീഡിയോയ്ക്കകത്ത്. ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ഡോക്ടറെ. മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഈ വ്ലോഗ് ചെയ്ത് നമ്മുടെ ഒരു ഡോക്ടറാണ്. ഡോക്ടറുടെ വിശേഷങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങളും കണ്ടു. കൂടാതെ തന്നെ ഈ കാനഡയിൽ എല്ലാ മേഖലകളിലും വലിയ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത മേഖലകളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ഞാൻ പലരെയും കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുള്ളതുമാണ്. കാരണം അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഡോക്ടറുടെ ആ അനുഭവ സമ്പത്ത് വ്യക്തമായിട്ട് പറഞ്ഞു. അതേപടി തന്നെ അനുഭവ സമ്പത്ത് ഇല്ലെങ്കിൽ അതേപടി തന്നെ ആ കാര്യങ്ങൾ വഴിയെല്ലാം ജീവിതത്തിലൂടെ കടന്നു വന്ന് വലിയ പൊസിഷനിലെത്തിയവർ. അത് പോലീസുകാരുണ്ട്, കസ്റ്റംസിലുണ്ട്, ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് അല്ല, കൺസൾട്ടൻസിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ആൾക്കാർ വരെയും ഇവിടുന്ന് ഉള്ളവർ ഡൽഹിയിലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവിടെയുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ CRA കാനഡ റവന്യൂ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളി സാന്നിധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് അറിയാമല്ലോ, നമ്മുടെ എല്ലാം ഡോക്ടർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. കൂടാതെ തന്നെ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. വേറെ ഒന്നുമല്ല, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടത് അല്ലെങ്കിൽ വിലയുള്ളവരാണ് ഇവരെ ഇപ്പോൾ ഉള്ളവർ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി പറയുവാൻ വേണ്ടി ഡോക്ടറുടെ സമയവും തന്നതിൽ ഡോക്ടറെ ഹൃദയത്തിൽ നിന്നും ഒരിക്കൽ കൂടി നന്ദി. അവസാനത്തത് എൻ്റെ ഡോക്ടറുടെ സ്വദേശം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ഈ വ്ളോഗുമായിട്ട് വന്ന കാരണം എനിക്ക് അറിയാൻ പറ്റി. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് പരിചയത്തിൽ ഒതുക്കിയാൽ ഡോക്ടറെ നന്ദി ഹൃദയത്തിൽ നിന്നും കേട്ടോ. ജോബിക്കും ജോബിയുടെ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കൂടാതെ പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ഒന്നിനെ ഓർത്തും പേടിക്കേണ്ട. കാനഡ ഒരു വെൽക്കമിങ് കൺട്രിയാണ്. നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് നാളത്തെ സ്ട്രഗിളിന് ശേഷം വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഫ്യൂച്ചർ വാഗ്ദാനം ചെയ്യുന്നൊരു രാജ്യമാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഡോക്ടർ അകത്തേക്ക് പോയി ഡോക്ടറുടെ കാര്യങ്ങളുമായിട്ട്. ക്ലിനിക്ക് അടയ്ക്കാൻ വേണ്ടി സമയവും ആയെന്ന് തോന്നുന്നു. ഇന്ന് നേരത്തെ പറഞ്ഞുകൂടി തന്നെ ഈ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതെന്നാണ്. ഞങ്ങളുടെ വെളിയിൽ ഇരുട്ടായി. നമുക്ക് വെളിയിലത്തെ ഡോക്ടറുടെ ക്ലിനിക്ക് ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഡോക്ടർ മേരിയുടെ സ്വന്തം ക്ലിനിക്ക്. അപ്പം കാനഡയിലെ ഒരു ഡോക്ടറുടെയും ഇല്ലെങ്കിൽ ഡെൻ്റലായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കമൻറ്റ്സ്, ലൈക്ക്, ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അങ്ങ് പടപടാൻ വേണ്ടി പോരട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ അവർ കാനഡ.